5 ടെൻസ് നമ്മൾ എന്ത് വ്യത്യാസം വരുന്നു എന്നുള്ളത് ഒന്നുകൂടി നോക്കിയിട്ട് നമുക്ക് സോ വി ഹാവ് കവേർഡ് ഓൾമോസ്റ്റ് 3 ടെൻസസ് റൈറ്റ്. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് കവർ ചെയ്തു, പ്രസൻറ്റ് കണ്ടിന്യൂസ് കവർ ചെയ്തു, പ്രസൻറ്റ് പെർഫെക്റ്റ് കവർ ചെയ്തു. സോ ദ ഫോർത്ത് ടെൻസ് ഇസ് പാസ്റ്റ് സിമ്പിൾ ടെൻസ്. പാസ്റ്റ് സിമ്പിൾ ടെൻസ് ശ്രദ്ധിക്കുക, തൊട്ട ബാക്കിലുള്ളതിലേക്കാണ് മാറുക കേട്ടോ, പാസ്റ്റ് പെർഫെക്റ്റിലേക്കായിട്ട് മാറും. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നിങ്ങൾക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ മലയാള സെൻറ്റൻസ് ഞാൻ പറഞ്ഞുതരാം, അത് ജസ്റ്റ് ഒന്നൊരു ഐഡിയ ഉണ്ടാക്കിയാൽ മതി. ഞാൻ ആ മൂവി കണ്ടു, ഞാൻ ഇന്നലെ ഒരു പുസ്തകം വായിച്ചു, അവൾ ഇന്നലെ എനിക്കൊരു പുസ്തകം തന്നു, ഞാൻ ഇന്നലെ എൻ്റെ കൂട്ടുകാരൻ്റെ ഒപ്പം ക്രിക്കറ്റ് കളിച്ചു. ഇങ്ങനത്തെ സെൻറ്റൻസ് ഒക്കെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, സോറി സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇത് പാസ്റ്റ് പെർഫെക്റ്റിലേക്കായിട്ടാണ് മാറുക. പാസ്റ്റ് പെർഫെക്റ്റ് എളുപ്പമാണ്. ഞാൻ ഇന്നലെ ഒരു മൂവി കണ്ടിരുന്നു അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അവൾ ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ കൂട്ടുകാരനൊപ്പം ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കളിച്ചിരുന്നു. ഇതൊക്കെയാണ് പാസ്റ്റ് പെർഫെക്റ്റിൽ വരിക. മാറ്റം നോക്കിയാലോ, വലിയ മാറ്റം എന്താണെന്നറിയോ? ഈ V2 ഫോം ഓഫ് ദി വേർബ് ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദി വേർബ് ആവുക എന്നുള്ളതാണ് ഇതിൽ വരുന്ന മെയിൻ മാറ്റം. നോക്കാം. I finished my homework, she said. ഏത് റിപ്പോർട്ട് സ്പീച്ച് ഏത് ടെൻസിലാണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ? ആര് പറഞ്ഞു എന്നുള്ളത് എടുത്തെഴുതാം. ആര് പറഞ്ഞു? she said. ഇനി ഈ ഫിനിഷ്ഡ് എന്നുള്ളതാണല്ലോ, ഈ ഇവിടെ കിടക്കുന്ന ഫിനിഷ്ഡ് V2 ഫോം ഓഫ് ദി വേർബ് ആണ് കേട്ടോ. ഈ ഫിനിഷ്ഡിൻ്റെ V3 ഫോം എന്താണ്? ഫിനിഷ്ഡ് തന്നെയാണ്. അപ്പോൾ she said നമ്മൾ ഇതിന് മുമ്പിൽ ഒരു ഹാഡ് കൊടുക്കണം. അതിൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഐ എന്നുള്ള പ്രൊനൗൺ ഷീ ആക്കി മാറ്റണം. ഷീ ഹാഡ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് എന്നുള്ളത് അവളുടെ ഹോംവർക്ക് എന്നാക്കി മാറ്റണം. മൈ ഹോംവർക്ക്. നോടി നോക്കാം. ഐ ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ഷീ സെഡ്. എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? ആദ്യം മാറ്റമൊന്നുമില്ലാത്ത സാധനം ആര് പറഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ അത് എടുത്തെഴുതി. ഷീ സെഡ്. ഐ ഫിനിഷ് മൈ ഹോംവർക്ക് എന്നുള്ളത് എന്തായി മാറണം? ഐ ഷീ ആയി മാറണം. മാറിയില്ലേ? ഫിനിഷ് എന്നുള്ള V2 ഫോം ഓഫ് ദി വേർബ് സിമ്പിൾ പാസ്റ്റ് ഉള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയി മാറുമ്പോൾ ഹാഡ് ഫിനിഷ്ഡ് എന്നായി മാറും. അതായത് ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദി വേർബ് ആയി മാറണം. ഷീ ഹാഡ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് എന്നുള്ളത് ഹർ ഹോംവർക്കായി മാറി. ഷീ സെഡ് ദാറ്റ് അല്ലെങ്കിൽ ഷീ സെഡ് ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. ഷീ വിസിറ്റഡ് പാരീസ് ലാസ്റ്റ് ഇയർ ഷീ സെഡ്. ഷീ വിസിറ്റഡ് പാരീസ് ലാസ്റ്റ് ഇയർ ഷീ സെഡ്. ഇതെന്തായി മാറും? ഷീ സെഡ് അല്ലേ? വിസിറ്റഡ് എന്നുള്ളതിൻ്റെ V3 ഫോം വിസിറ്റഡ് തന്നെയാണ്. അപ്പോൾ ഹാഡ് വിസിറ്റഡ് ചേർക്കണം. ഹി എന്നുള്ളത് പ്രൊനൗൺ ആയതുകൊണ്ട് നമ്മളത് മാറ്റേണ്ട ആവശ്യമില്ല. ഷീ സെഡ് ഹി ഹാഡ് വിസിറ്റഡ് പാരീസ് ലാസ്റ്റ് ഇയർ. അടുത്ത നോക്കാം. they completed the project, he said. അതെന്ത് ചെയ്യണം? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? he said. they completed എന്നുള്ളതിൻ്റെ V3 ഫോം കംപ്ലീറ്റഡ് തന്നെയാണ്. മാറ്റം വരുത്തേണ്ട കാര്യമില്ലല്ലോ. മാറ്റം വരുത്തേണ്ട. പക്ഷെ അതിന് എന്ത് ചെയ്യണം? ഹാഡ് പ്ലസ് V3 ആക്കി മാറ്റണം. അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറ്റണം. സോ he said they had completed the project. ഇനി ഒരു എക്സാമ്പിൾ. we bought a new car, they said. ആദ്യം എന്ത് ചെയ്യണം? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? they, അവർ. they said. they bought എന്നുള്ളത് V3 ബോട്ട് എന്നതിനാണ് V3 ഫോം. അപ്പോൾ they said they had bought a new car. they said they had bought a new car. the dog ate its food, she said. ഇതെങ്ങനെ മാറ്റണം? ശ്രദ്ധിച്ചേ. ഇവിടെ നമ്മളൊരു ഇറഗുലർ വേർബാണ് വന്നിരിക്കുന്നത്. നോക്കിയേ. ate സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പോൾ ate എന്നുള്ളതിൻ്റെ V3 ഫോം എന്താണ്? ate എന്നുള്ളതിൻ്റെ V3 ഫോം? eat, ate അല്ലേ? ഇതാണ് V1, ഇതാണ് V2. eaten ആണ് V3 ഫോം. അപ്പം എങ്ങനെ പറയണം? the dog ate its food എന്നാ പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യണം? ആര് പറഞ്ഞു? she said the dog had eaten its food. സിമ്പിളാണ് അല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ സെൻറ്റൻസസ് ഉണ്ടാക്കുക. അതിനെങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു അല്ലേ? ഒരാളോട് പറഞ്ഞതോ കൂട്ടുകാരനോട് പറഞ്ഞതോ കൂട്ടുകാരിയോട് പറഞ്ഞതോ എന്തോ ആവാം. യു ഹാവ് ടു കൺവേർട്ട് ഇറ്റ്.
Okay, so let's look into the last tense. എന്താണ് ലാസ്റ്റ് ടെൻസ്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്തായി മാറും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി മാറും. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്നുള്ള ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞില്ലേ? എന്താണ്? ചെയ്യുകയായിരുന്നു, പോവുകയായിരുന്നു, വരികയായിരുന്നു. ഞാൻ ഇന്നലെ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു, ഞാൻ ഇന്നലെ മൂവി കാണുകയായിരുന്നു, അവൻ ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് വരികയായിരുന്നു എന്നുള്ളതൊക്കെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി മാറും. എന്തായി മാറും? ചെയ്യുകയായിരുന്നു, പോവുകയായിരുന്നു എന്നുള്ളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു, എൻ്റെ ഫ്രണ്ട് എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ മാറും. നോക്കാം, എന്ത് ചേഞ്ച് വരുന്നു? വാസ് പ്ലസ് വേർബിൻ്റെ ING ഫോമാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉള്ളത്. ഇതെന്തായി മാറുമെന്നറിയോ? ഹാഡ് ബിൻ പ്ലസ് വേർബിൻ്റെ ING ഫോമായി മാറും. ഇത് ബീൻ എന്ന് പറയേണ്ട ആവശ്യമില്ല കേട്ടോ, ബിൻ എന്ന് പറഞ്ഞാൽ മതി. ഹാഡ് ബിൻ. ഓക്കെ, നോക്കാം എന്തായി മാറും? വാസ് പ്ലസ് വേർബ് പ്ലസ് ING. വാസ് പ്ലസ് വേർബ് പ്ലസ് ING എന്തായി മാറും? ഹാഡ് ബിൻ പ്ലസ് വേർബ് പ്ലസ് ING. നോക്കാം, ഐ വാസ് റീഡിങ് എ ബുക്ക്, ഷീ സെഡ്. തുടക്കത്തിൽ ആര് പറഞ്ഞു? ഷീ സെഡ്. ഷീ സെഡ് ഐ എന്നുള്ളതിന് പകരം ഷീ. ഷീ സെഡ് ഷീ ഹാഡ് ബീൻ റീഡിങ് എ ബുക്ക്. ഷീ സെഡ് ഷീ ഹാഡ് ബീൻ റീഡിങ് എ ബുക്ക്. He was writing an email, she said. He was writing an email, he said. അവൾ പറഞ്ഞു, എന്താ പറഞ്ഞേ? അവൻ ഒരു ഇമെയിൽ എഴുതുകയായിരുന്നു. ഇതിനെന്തിനു മാറ്റണം? അവൾ പറഞ്ഞു അവൻ ഒരു ഇമെയിൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നെന്ന്. എങ്ങനെ മാറ്റാം? ഷീ സെഡ് ആദ്യം ചേർത്തു അല്ലേ? ആര് പറഞ്ഞു എന്നുള്ള ആദ്യം ചേർക്കണം. ഇറ്റ്സ് എ നോർമൽ റൂൾ, എല്ലാത്തിലും ഉള്ളതാണ്. ഷീ സെഡ് ഷീ ഹാഡ് ബിൻ റൈറ്റിംഗ് ആൻ ഇമെയിൽ. കണ്ടോ, ഈ വാസ് റൈറ്റിംഗ് എന്തായി മാറി? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഹാഡ് ബിൻ പ്ലസ് വേർബ് പ്ലസ് ING ഫോമിലേക്ക് മാറ്റിയാൽ മതി. ദേ വർ പ്ലേയിങ് ചെസ്, ഹി സെഡ്. നമ്മൾ അവിടെ ഉപയോഗിച്ചിരുന്നു അല്ലേ? ദേ ആർ പ്ലേയിങ് എ ചെസ് എന്നുള്ളതിന് നമ്മൾ ദേ വേർ എന്ന് മാറ്റി. അവിടെ ഇതേ രീതിയിലൊരു മാറ്റം വന്നു അല്ലേ? പാസ്റ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്കാക്കി മാറ്റി നോക്കി. ഇവിടെ അതേ സെൻറ്റൻസിനെ നമ്മൾ എന്താക്കി മാറ്റി നോക്കുന്നു? ദേ വർ പ്ലേയിങ് ചെസ്, ഹി സെഡ്. ഇതിനെ ഇങ്ങനെ മാറ്റും. ഹി സെഡ് അവൻ പറഞ്ഞു. ഇത് മാറ്റണ്ടല്ലോ, ദേ എന്നുള്ളത് മാറ്റണ്ടല്ലോ. മാറ്റണ്ട. വി ആണെങ്കിൽ മാറ്റണം അല്ലേ? ഫസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ അതൊക്കെ ആണെങ്കിൽ മാറ്റേണ്ടി വരും. ഇവിടെ ദേ എന്നുള്ളത് മാറ്റണ്ട, വി ആണെങ്കിൽ മാറ്റണം. വി ദേ ആയി മാറും. ദേ പിന്നെ മാറ്റൊന്നും വേണ്ട കേട്ടോ. ഹി സെഡ് ദേ were playing എന്തായി മാറും? they were എന്നുള്ളത് they had been playing എന്നായി മാറി. they had been playing chess. we were preparing dinner, they said. we were preparing dinner, they said. they said they had been preparing dinner. അല്ലേ? നോക്കൂ, were preparing എന്താണ്? verb plus ING ഫോം എന്തായി മാറി? they had been preparing dinner എന്നിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. the baby was sleeping, she said. അല്ലേ? അവൾ എന്നോട് പറഞ്ഞു കുട്ടി ഉറങ്ങുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുട്ടീനെ നോക്കാൻ വന്നപ്പോൾ ഉറങ്ങിയായിരുന്നില്ലേ? സെയിം സാധനം തന്നെ. അവൾ ഉറങ്ങുകയായിരുന്നു അല്ലേ? അപ്പോൾ എന്ത് പറയണം? അവൾ പറഞ്ഞു കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മാറ്റണം. നമ്മളോട് എന്ത് പറയുന്നതിനനുസരിച്ചിരിക്കും നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളോട് പറഞ്ഞത് ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഇത്തവണ. അപ്പോൾ നമ്മളത് എന്താക്കി മാറ്റി? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്കാക്കി മാറ്റി. ഷീ സെഡ് ദ ബേബി ഹാഡ് ബീൻ സ്ലീപ്പിംഗ്. പ്രത്യേകം ശ്രദ്ധിക്കുക. സോ വി ഹാഡ് കവേർഡ് ഓർ വി ഹാവ് കവേർഡ് all the 5 tenses. So everybody, so that's all for today. നമ്മൾ 5 ടെൻസുകൾ എങ്ങനെയൊക്കെ മാറ്റും എന്ന് പറഞ്ഞു. നമുക്ക് 5 ടെൻസ് വേണമെങ്കിൽ നോക്കി നോക്കാം കേട്ടോ. 5 ടെൻസ് നമ്മൾ എന്ത് വ്യത്യാസം വരുന്നു എന്നുള്ളത് ഒന്നുകൂടി നോക്കിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് സിമ്പിളായി മാറും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഈ പ്രസൻറ്റ് സിമ്പിൾ എങ്ങനെയാ?
അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്, പോകാറുണ്ട്, വരാറുണ്ട്, ഞാൻ അവനെ വിളിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നത് എന്തായി മാറും? ഞാൻ അവനെ വിളിച്ചു, പോയി, വന്നു എന്നായി മാറും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതായത് ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവന് അല്ലെങ്കിൽ കളിക്കുകയാണ്, ഞാൻ പോവുകയാണെന്നുള്ളതൊക്കെ എന്തായി മാറും? ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്, വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതായി മാറും. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്തായിട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയി മാറും അല്ലേ? എങ്ങനെ? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ സോറി, അത് കട്ട് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് പ്രസൻറ്റ് സിമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഞാൻ പോവാറുണ്ട്, വരാറുണ്ട്, കിട്ടാറുണ്ട് എന്നൊക്കെ പറയുന്ന സാധനം അല്ലേ? ഞാൻ ആപ്പിൾ കഴിക്കാറുണ്ട്, അവൾ എന്നെ ഡെയിലി വിളിക്കാറുണ്ട് എന്നൊക്കെ പറയുന്ന സാധനം എന്തായി മാറും? അവൾ എന്നെ ഡെയിലി വിളിച്ചു, ഞാൻ അവൾക്ക് പോയി എന്നുള്ള രീതിയിലേക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറും, അല്ലെങ്കിൽ പാസ്റ്റ് സിമ്പിളിലേക്ക് മാറും. രണ്ടും തന്നെയാണ് കേട്ടോ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഞാൻ പോവുകയാണ്, വരികയാണ്, കിട്ടുകയാണെന്നൊക്കെ പറയുന്നത് പോവുകയായിരുന്നു, കിട്ടുകയായിരുന്നു, വരികയായിരുന്നു എന്നുമായി മാറും. പ്രസൻറ്റ് പെർഫെക്റ്റ് എന്തായി മാറും? പ്രസൻറ്റ് പെർഫെക്റ്റ് എങ്ങനെയാണ്? ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്, ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ പാസ്റ്റ് പെർഫെക്റ്റിൽ ഞാൻ ആ സിനിമ കണ്ടിരുന്നു, ഞാൻ ആ ബുക്ക് വായിച്ചിരുന്നു എന്നുള്ളതൊക്കെ മാറും. പാസ്റ്റ് സിമ്പിൾ, സിമ്പിൾ പാസ്റ്റ് ഇത് തന്നെ ഇത് ഒന്നാണ് കേട്ടോ. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയാം, പാസ്റ്റ് സിമ്പിൾ എന്ന് പറയാം. ഇതെന്തായി മാറും? ഞാൻ പോയി, വന്നു, കിട്ടി എന്നുള്ളതൊക്കെ ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആരും ഇങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ഇത് ഇങ്ങനെയാണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് തന്നെ റിപ്പോർട്ട് ചെയ്തോടെ എന്നുള്ള ഒരു കാര്യം വരരുത്. അങ്ങനെ വരരുത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് റിപ്പോർട്ടിങ്ങിൽ വരുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. അതായത് ചെയ്തിട്ടുണ്ടായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു, കിട്ടിയിട്ടുണ്ടായിരുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇവിടെയും ശ്രദ്ധിക്കുക. ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് റിപ്പോർട്ട് ചെയ്തെന്ന് വെച്ചിട്ട് നേരെ തിരിച്ച് റിപ്പോർട്ട് ചെയ്യരുത്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ നേരെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്കാണ് നിങ്ങൾ report ചെയ്യുന്നത്. Okay, so these are the difference or the difference that we have in back shifting of the tenses. So please keep this in your mind. ഇതൊരൊറ്റ കാര്യം കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ റിപ്പോർട്ട് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് വിൽ ബി എ പീസ് ഓഫ് കേക്ക് ഫോർ യു ഗൈസ്. ട്രസ്റ്റ് മീ. ഇത് ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഒരു 3-4 ദിവസം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 എക്സാമ്പിൾ വെച്ച് എഴുതിയാൽ മതി. അത് നിങ്ങളുടെ കയ്യിലിരിക്കും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഇതിൽ കിട്ടുന്ന പെട്ടെന്ന് നിങ്ങൾക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് മാറ്റാൻ കഴിയുള്ളൂ. സോ 1-2 പ്രാവശ്യം നിങ്ങൾ ചെയ്തിട്ട് അയ്യോ എനിക്ക് വീണ്ടും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പാനിക് ആവരുത്. ഓക്കെ, അതിലൊരു കാര്യമില്ല. നിങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയി വരും. ഒരു 1 വീക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഒരു 4-5 അല്ലെങ്കിൽ 10 സെൻറ്റൻസ് ഒക്കെ വെച്ചിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് സ്പീച്ച് വിൽ ബി എ പീസ് ഓഫ് കേക്ക്. ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ഗൈസ്. വിൽ ബി ബാക്ക് വിത്ത് ആൻ ഇൻട്രസ്റ്റിംഗ് വീഡിയോ next time. Stay tuned.